വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ അഖില. യെസ്, നമ്മുടെ കെമിസ്ട്രിയിൽ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററാണ് കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ആ ചാപ്റ്ററിനകത്തുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഹയർ ക്ലാസ്സിലൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. യെസ്, ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോൾ എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കതിൻ്റെ ഡെഫിനിഷൻ പറയാൻ പറ്റും. അതെന്താണ്? യെസ്, ദ പ്രോസസ് ഓഫ് ഡെപ്പോസിറ്റിംഗ് എ ലെയർ ഓഫ് any desired metal on another material by means of electricity. അതായത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മെറ്റീരിയൽ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസൈഡ് മെറ്റൽ, അല്ലേ, നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു മെറ്റൽ നമ്മൾ എന്ത് ചെയ്യാണ്, യെസ്, അതിൻ്റെ കോട്ടിങ്, അതിൻ്റെ ഒരു തിൻ ലെയർ ഡെപ്പോസിഷൻ ഇവിടെ വരികയാണ്, ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ വരികയാണ്. ആരെ യൂസ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ്, അല്ലേ. അപ്പോൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ മറ്റൊരു മെറ്റലിന്റെ കോട്ടിംഗ് വരിക, അതിനെയാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഡെപ്പോസിറ്റിംഗ് എ ലെയർ ഓഫ് എനി ഡിസൈഡ് മെറ്റൽ ഓൺ അനദർ ഒബ്ജക്റ്റ് ബൈ മീൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് കോൾഡ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ പഠിച്ചു. ഇനി ഇത് എന്താണെന്ന് നമ്മൾ ഈ ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്തിട്ടാണോ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലും അല്ല. നമ്മൾ പുറത്ത് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് ഗോൾഡ് കവറിങ് ഓർണമെന്റ്സ് എന്ന് പറയുന്ന ആ ഒരു ബോർഡ്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ കയറിയാൽ നമുക്കറിയാം, അവിടുന്ന് നമ്മളൊരു റിങ് മേടിക്കുകയാണെങ്കിൽ അതിന് ഗോൾഡിൻ്റെ പൈസ ആവാറില്ല, അല്ലേ. അതെന്തുകൊണ്ടാണ്? യെസ്, ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതായത് അവിടെ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതോ ഒരു മെറ്റീരിയലിൻ്റെതാണ്. അതിൻ്റെ പുറത്ത്, അതിൻ്റെ ആ ഒരു സർഫസിൽ മാത്രം ഗോൾഡിൻ്റെ ഒരു തിൻ ലെയർ എന്ത് ചെയ്തിട്ടുണ്ട്, കോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആ കവറിങ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ലെയർ അവിടെയുണ്ട്. അതാണ് നമ്മുടെ എന്ത്, ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഗോൾഡ് അല്ല, എന്നാൽ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ആ ഒരു ഗോൾഡിൻ്റെ ഷൈനിങ് ഒക്കെ അതിലുണ്ട്, അല്ലേ. അതിനു വേണ്ടി തന്നെയാണ് അത് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ഇപ്പോൾ ഗോൾഡ് മേടിക്കാൻ പറ്റണമെന്നില്ല, കാരണം അതെന്താണ്, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ആളാണ്, അല്ലേ. എന്നാൽ അത്രയും റേറ്റ് ഇല്ലാതെ തന്നെ ഗോൾഡിൻ്റെ പ്രോപ്പർട്ടിയോട് സാമ്യമുള്ള, അതായത് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ എന്താണ് ഗോൾഡാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് കിട്ടുകയാണ്, ഓർണമെൻറ്റ്സ് കിട്ടുകയാണ്. ഈ ഒരു എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് അത് എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്കിനി പഠിക്കാനുള്ളത് ഈ ഇലക്ട്രോപ്ലേറ്റിംഗിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ച് എന്താണ്, അല്ലേ. അവിടെ എന്ത് റിയാക്ഷൻ ആണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതാ ഇവിടെ ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കുക. ഈ പിക്ചറിൻ്റെ അകത്ത് മിസ് ഓരോന്നും നമ്മൾ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലേ. ഇവിടെ ഇതാ ബീക്കറിനകത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. ഇനി ഇതാ ബാറ്ററി അവിടെ ഉണ്ട്, അതിന് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. നെഗറ്റീവ് ടെർമിനലിൽ നമ്മൾ എന്താ എടുത്തിരിക്കുന്നത് നോക്കുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റ് ടു ബി പ്ലേറ്റഡ്, അല്ലേ. അതായത് ഏത് ഒബ്ജക്റ്റ് ആണ്, ഏത് മെറ്റീരിയലിൻ്റെ മുകളിലാണ് നമുക്ക് കോട്ടിംഗ് വരുത്തേണ്ടത്, ആ ഒബ്ജക്റ്റ് ആണ് നമ്മൾ എന്താക്കി എടുക്കുന്നത്, ആ നെഗറ്റീവ് ടെർമിനലിൽ നമ്മൾ കൊടുക്കുന്നത്. ഇനി പോസിറ്റീവ് ടെർമിനലിൽ എന്താ കൊടുത്തിരിക്കുന്നത്, കോപ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. അത് എപ്പോഴും കോപ്പർ തന്നെ കൊടുക്കണം എന്നുണ്ടോ? അങ്ങനെയല്ല. നമുക്ക് ഏത് മെറ്റലാണോ, നമ്മൾ പറഞ്ഞില്ലേ ഡിസൈഡ് മെറ്റലിന്, അതായത് നമ്മളാണ് നിശ്ചയിക്കുന്നത് ഏത് മെറ്റലാന്നുള്ളത്, അല്ലേ. ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ്, കോപ്പർ ആണെങ്കിൽ കോപ്പർ, സിൽവർ ആണെങ്കിൽ സിൽവർ, അങ്ങനെ എന്താണെങ്കിലും നമ്മൾ ഏത് മെറ്റലാണോ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ മെറ്റൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഏത് ഒബ്ജക്റ്റിലാണ് കോട്ടിംഗ് വരുത്തേണ്ടത്. ഇവിടെ ഇപ്പോൾ ഒരു കീ ആണ്, അല്ലേ. അത് ചിലപ്പോൾ ഒരു റിങ് ആവാം, ചിലപ്പോൾ അത് എന്താവാം, മറ്റെന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആവാം, അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് ടു ബി പ്ലേറ്റഡ്, ഏത് ഒബ്ജക്റ്റിൻ്റെ മുകളിലാണോ നമുക്ക് ഈ ഒരു കോട്ടിംഗ് വരുത്തേണ്ടത് ആ ഒബ്ജക്റ്റ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നെഗറ്റീവായിട്ട് എടുക്കണം. 2 പോയിന്റ് ആണ് പ്രധാനപ്പെട്ടത്. ഇനി ഒന്നുകൂടെ ഉണ്ട്, അതേതാണ്? യെസ്, നമ്മൾ എടുക്കുന്ന ആ ഒരു കണ്ടക്റ്റിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, യെസ്, നമുക്ക് കോട്ടിംഗ് കൊടുക്കേണ്ട ആ ഒരു മെറ്റൽ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ നമുക്ക് ആവശ്യമുള്ള മെറ്റൽ ഉണ്ടല്ലോ, ആ മെറ്റലിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കണം നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ഈ 3 പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബീക്കറിൽ നമ്മളൊരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും സൊല്യൂഷൻ അല്ല എടുക്കുന്നത്, ഏത് മെറ്റലാണോ, അല്ലെ, ഏത് മെറ്റലിൻ്റെ കവറിങ് ആണോ നമ്മൾ കൊടുക്കുന്നത് ആ മെറ്റലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ മെറ്റലിൻ്റെ സൊല്യൂഷനാണ് നമ്മളിവിടെ, സോൾട്ട് സൊല്യൂഷനാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഇനി ഏത് മെറ്റലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ മെറ്റലാണ് നമ്മൾ പോസിറ്റീവായിട്ട് കൊടുക്കേണ്ടത്. ഏത് ഒബ്ജക്റ്റിലാണോ അത് കൊടുക്കുന്നത് ആ ഒബ്ജക്റ്റാണ്
ആണ് നമ്മൾ നെഗറ്റീവായിട്ട് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, യെസ് നമ്മൾ ഓർത്ത് വയ്ക്കുക. അത് ബൈ വേർഡ്സ് അല്ല, ഈ ഒരു പിക്ചർ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. കാരണം പിക്ചർ തന്നിട്ട് കറക്റ്റ് ചെയ്യാനൊക്കെ പറയും, ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തരും. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ പിക്ചർ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് അല്ലേ. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇങ്ങനെ പോവുകയാണ് നമ്മുടെ കണ്ടക്ടിങ് സൊല്യൂഷൻ, അതായത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലൂടെ. അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി പോകുന്ന സമയത്ത് അവിടെയാണ് നമ്മുടെ കെമിക്കൽ എഫക്റ്റ് വരുന്നത്. ഇലക്ട്രിക് കറന്റിന്റെ കെമിക്കൽ എഫക്റ്റ് ആണ്. യെസ്, നമ്മുടെ കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡിസോസിയേറ്റ് ചെയ്തിട്ട് അത് യെസ് ആരൊക്കെയായിട്ട് മാറുന്നുണ്ട്, കോപ്പർ ആയിട്ടും മാറുന്നുണ്ട്, സൾഫേറ്റ് അയോൺസ് ആയിട്ടും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കിടക്കുന്നുണ്ട്. നമ്മുടെ സൊല്യൂഷനിൽ കോപ്പർ ആയിട്ടും സൾഫേറ്റ് ആയിട്ടും അത് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് മാറുന്നുണ്ട്. എപ്പോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത്. ആ ഡിസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന കോപ്പർ ഉണ്ടല്ലോ, അത് ഓൺ ദ സ്പോട്ട് എന്ത് ചെയ്യും, യെസ് അത് നമ്മളുടെ ഈ പറയുന്ന നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകും. അപ്പം നെഗറ്റീവ് ടെർമിനലിലാണ് നമുക്ക് വേണ്ട ഒബ്ജക്റ്റ് കൊടുത്തിരിക്കുന്നത്. ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ പോയിട്ട് അത് എന്ത് ചെയ്യാൻ തുടങ്ങും, യെസ് അത് ദാ ഈ കാണുന്ന രീതിയിൽ അത് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ട്. ആ ഒബ്ജക്റ്റ് ഇവിടെ ഒരു കീ ആയിരുന്നു, ആ കീയുടെ മുകളിൽ പോയിട്ട് ദാ എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ അകത്തുള്ള കോപ്പർ എന്ത് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ അകത്ത് കോപ്പറൊക്കെ പോയി കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിങ്ങനെ നടക്കുന്നത്? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോസിറ്റീവ് ടെർമിനലിൽ സെയിം മെറ്റൽ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിസിറ്റി ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ നടക്കുന്ന ആളാണ് എന്ത്, യെസ് ഈ ഒരു പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തിട്ടുള്ള കോപ്പർ ഉണ്ട് അല്ലേ, മെറ്റൽ ഉണ്ട്. അതിനകത്തുനിന്ന് ഈ കോപ്പർ അയോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, സൊല്യൂഷനിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു സൈക്ലിക് പ്രോസസ്സ് കൂടെ നടക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കോപ്പറൊക്കെ ഇതാ സൊല്യൂഷനിലേക്ക് ഇറങ്ങുകയാണ്. സൊല്യൂഷനിൽ നിന്ന് കോപ്പറൊക്കെ എന്ത് ചെയ്യാണ്, യെസ് ആ ഒബ്ജക്റ്റിൽ പോയിട്ട് കോട്ട് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഇവിടെ നടന്നില്ലേ, നോക്കിയേ നിങ്ങൾ, ആ കീയുടെ പുറത്ത് എന്ത് വന്നു, യെസ് ചെറിയൊരു കോട്ടിംഗ് വന്നു. ഇതാണ് എന്ത്, നമ്മുടെ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ചേഞ്ച് ഇതാ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ, എന്താണ്, വെൻ ഇലക്ട്രിക് കറന്റ് ഈസ് പാസ്ഡ് ത്രൂ ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് ഡിസോസിയേറ്റ് ഇൻടു കോപ്പർ ആൻഡ്, യെസ് ഞാനിവിടെ മാർക്ക് ചെയ്യാം, കോപ്പർ ആൻഡ് എന്താണ്, സൾഫർ അല്ലേ. കോപ്പർ സൾഫേറ്റിന് എന്ത് ചെയ്യാണ്, കോപ്പർ ആയിട്ടും സൾഫേറ്റ് ആയിട്ടും എന്ത് ചെയ്യാണ്, മാറുകയാണ്. യെസ് ആ ഫ്രീ കോപ്പർ എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, ഗെറ്റ്സ് ഡോൺ ടു ദ ഇലക്ട്രോഡ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി അല്ലേ. നെഗറ്റീവ് ടെർമിനൽ ആണ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് അവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നെഗറ്റീവ് സൈഡിലാണ് നമ്മൾ ആരെ കൊടുക്കേണ്ടത്, നമ്മുടെ ഒബ്ജക്ട്സ് ടു ബി പ്ലേറ്റഡ്. ഏതിലാണ് നമുക്ക് വേണ്ടത്, ആ ഒരു ഒബ്ജക്റ്റ്, ആ ഒരു മെറ്റീരിയൽ നമ്മൾ എപ്പോഴും എവിടെ കൊടുക്കുക, നെഗറ്റീവിൽ കൊടുക്കുക. ഓക്കെ, ഫ്രം ദ അതർ ഇലക്ട്രോഡ് കോപ്പർ പ്ലേറ്റ് അല്ലേ. ഒരു കോപ്പർ പ്ലേറ്റ് ആണ് നമ്മൾ അടുത്തൊരു ഇലക്ട്രോഡായിട്ട് പോസിറ്റീവ് ടെർമിനലിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈക്വൽ എമൗണ്ട് ഓഫ് കോപ്പർ ഗെറ്റ്സ് ഡിസോൾവ്ഡ് ഇൻ ദ സൊല്യൂഷൻ, അത് സൊല്യൂഷനിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ആലോചിക്കുക. ഈ ഒരു ബൈ വേർഡ്സ് നമ്മൾ ഓർക്കുന്നതിനെക്കാട്ടും സുഖം എന്താണ്, പിക്ചർ വെച്ചിട്ട് ചിന്തിക്കുക. അപ്പോൾ എന്താണ്, പോസിറ്റീവിൽ നിന്ന് കോപ്പർ ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്, സൊല്യൂഷനിൽ നിന്ന് കോപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, യെസ് നമ്മുടെ കീയിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇതിന് പകരമായിട്ട് നമുക്ക് ഒരു റിങ് ഉണ്ട്, കോപ്പറിൻ്റെ ഒരു റിങ് ഉണ്ട്, അതിൽ നമുക്ക് ഗോൾഡിൻ്റെ കവറിങ് വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, യെസ് ഈ കീക്ക് പകരം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കോപ്പറിൻ്റെ റിങ് അവിടെ യൂസ് ചെയ്യണം. ഈ കോപ്പറിന് പകരം നമ്മൾ എന്തെടുക്കണം, ഗോൾഡ് എടുക്കണം. ഗോൾഡാണ് വേണ്ടതെങ്കിൽ ഗോൾഡ് എടുക്കണം, ഇനി സിൽവർ ആണ് വേണ്ടതെങ്കിൽ സിൽവർ എടുക്കണം അല്ലേ. അതിനനുസരിച്ച് നമ്മുടെ സൊല്യൂഷനും എന്ത് ചെയ്യണം, മാറണം. കോപ്പർ സൾഫേറ്റിന് പകരം ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിൻ്റെ സൊല്യൂഷൻ എടുക്കണം, സിൽവർ ആണെങ്കിൽ സിൽവറിൻ്റെ സൊല്യൂഷൻ വേണം നമ്മൾ ഇലക്ട്രോലൈറ്റായിട്ട്, ആ ഒരു കണ്ടക്റ്റിംഗ് സൊല്യൂഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നുള്ള കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലായിടങ്ങളിലും ഇൻഡസ്ട്രിയിലൊക്കെ കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. യെസ് പല രീതിയിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ചില ഒബ്ജക്റ്റ് ഒക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ മിസ് പറയുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞു, ഗോൾഡ് കവറിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ചിലതൊക്കെ എന്താണ്, പെട്ടെന്ന് കറോഷൻ സംഭവിക്കുന്ന മെറ്റൽസ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ഉണ്ട്, പെട്ടെന്ന് നശിച്ചു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ നശിച്ചു പോവാതിരിക്കാനായിട്ട്, കൊറോഷൻ
സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, മറ്റു മെറ്റൽസിൻ്റെ ഒക്കെ കവറിങ് ഒക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ എന്താ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഓർണമെൻറ്റ്സിൻ്റെ കാര്യമാണ്. ഓർണമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എന്താണ് ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിൻ്റെത്, സിൽവർ ആണെങ്കിൽ സിൽവറിൻ്റെതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതല്ലാതെ ചെയ്യുന്ന മറ്റു കാര്യങ്ങളാണ് നമ്മുടെ ഹാൻഡിൽസ് ഒക്കെ, നമ്മുടെ ലോക്കിൻ്റെ, നമ്മുടെ എന്താണ് വാതിലിൻ്റെ ഒക്കെ ഹാൻഡിൽസ്, അതുപോലെ നമ്മുടെ വെഹിക്കിൾസ്, നമ്മുടെ എന്താണ് കാറിൻ്റെയോ അല്ലെങ്കിൽ ബൈക്കിൻ്റെയോ ഒക്കെ പാർട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമിയം പ്ലേറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. ക്രോമിയം പ്ലേറ്റിംഗ്. അപ്പോൾ ക്രോമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ഷൈനിങ് ആണ്. അതുപോലെ പെട്ടെന്നൊന്നും ഇത് എന്ത് ചെയ്യത്തില്ല, പെട്ടെന്നൊന്നും എന്ത് ചെയ്യത്തില്ല, നശിക്കത്തില്ല. അതായത് നോട്ട് കൊറോഡ് അല്ലേ, ഈ ഡസ് നോട്ട് കൊറോഡ്, ഇറ്റ് റെസിസ്റ്റ് സ്ക്രാച്ചസ് അല്ലേ. അതായത് എന്താണ് സ്ക്രാച്ച് ഒന്നും വരാത്ത രീതിയിൽ അങ്ങനെയുള്ളൊരു മെറ്റലാണ് ആര്, നമ്മുടെ ക്രോമിയം എന്ന് പറയുന്നത്. പക്ഷേ ക്രോമിയത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്ത് നമ്മുടെ ക്രോമിയം എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഹാൻഡിലാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ക്രോമിയം ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രോമിയത്തിൻ്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഒരുപാട് എന്ത് ചെയ്യേണ്ടി വരും, ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും, ഒരുപാട് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും എന്താണ് അത്രയ്ക്ക് ചീപ്പറായിട്ടുള്ളൊരു മെറ്റൽ, ക്രോമിയത്തിൻ്റെ അത്രയും എക്സ്പെൻസീവ് അല്ലാത്തൊരു മെറ്റൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എക്യുപ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് അതിന് നമ്മൾ ആരുടെ കവറിങ് കൊടുക്കും, നമ്മുടെ ക്രോമിയത്തിൻ്റെ കവറിങ്. അപ്പോൾ അതായത് പുറത്ത് മാത്രം ആരായിരിക്കും, ക്രോമിയം ആയിരിക്കും, ഉള്ളെന്തായിരിക്കത്തില്ല, ക്രോമിയം ആയിരിക്കത്തില്ല. അപ്പോൾ ക്രോമിയം പ്ലേറ്റിംഗ് അതിന് എക്സാമ്പിളാണ്. ഇനി ഇതാ നമ്മുടെ ടിൻ എന്ന് പറയുന്നത്, ടിൻ ക്യാൻസ്, നമ്മൾ ഭക്ഷണം ഫുഡ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ടിൻ ക്യാൻസിൻ്റെ പ്രത്യേകത അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതും ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയേൺ അല്ലേ, അയേണിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ടിന്നിൻ്റെ കോട്ടിങ് കൊടുക്കുക ചെയ്യുന്നത്. കാരണം അയേൺ എന്ന് പറയുന്നത് ആസിഡൊക്കെ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയും റിയാക്ട് ചെയ്യാത്ത ആളാണ് ആര്, ടിൻ എന്ന് പറയുന്നത്. ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റലാണ്. അപ്പോൾ പുറത്ത് ആരെ കൊടുക്കും, നമ്മൾ ടിന്നിനെ കൊടുക്കും. ഉള്ളിൽ എന്ത് തന്നെയായിരിക്കും, അയേൺ തന്നെ ആയിരിക്കും. കാരണം അയേൺ ആണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളത്. നമ്മൾ പല ഒബ്ജക്റ്റും ഉണ്ടാക്കുന്നത് അയേൺ വെച്ചിട്ടാണ് അല്ലേ. എന്നാൽ അയേൺ ഈ പറഞ്ഞ പോലെ റിയാക്ടിവിറ്റീൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. നമ്മളെ റസ്റ്റിംഗ് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ, അത് മറ്റൊരു ഇതാണ് അല്ലേ. നമ്മുടെ ബ്രിഡ്ജുകളൊക്കെ ഉണ്ടാക്കുന്നത് അയേൺ വെച്ചിട്ടാണ്, ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട്. പക്ഷേ റസ്റ്റിംഗ് എന്ന് പറയുന്നത്, കൊറോഷൻ എന്ന് പറയുന്നത് അയേൺ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെയാണെങ്കിൽ നമ്മൾ സിങ്കിൻ്റെ കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. സിങ്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മെറ്റൽസിൻ്റെ, ഈ അയേൺ മെറ്റലിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോ പ്ലേറ്റിംഗ് വഴി അതിൻ്റെ കോട്ടിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പല രീതിയിൽ നമ്മുടെ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിവിടെ ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ, ഒരു കണ്ടക്റ്റിംഗ് സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ അത് ഡിസ്പോസ് ചെയ്യാൻ കൃത്യമായിട്ടുള്ള എന്തുണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അതൊന്നും ചെയ്യാതെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ എന്താണ് നമ്മുടെ ഏർത്തിലേക്ക് ഇതിങ്ങനെ കളയുന്നത് എന്തല്ല, അത് നമുക്ക് ബെനിഫിഷ്യൽ അല്ല. അല്ലെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യത്തില്ല, നമുക്ക് എപ്പോഴും അതൊരു നെഗറ്റീവായിട്ട് അവിടെ കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇതിനകത്തുള്ള കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.